അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ദൃശ്യം പെട്ടെന്ന് കണ്ടുപോയതാണ്. ഒരു പാമ്പ്, പ്രത്യേകിച്ച് ഇത് കാണുമ്പോൾ മനസ്സിൽ ഓടി വന്നത് ചില പരിശുദ്ധമായി ഇസ്ലാമിലുള്ള ചില കാര്യങ്ങൾ എടുത്തൊരാൾ പറയാണ്. ഒരു ക്ഷേത്രത്തിൽ പോയി തൻ്റെ പ്രശ്നങ്ങൾ പരിഹാരത്തിന് വേണ്ടി പോയതാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ക്ഷേത്രത്തിൽ എന്തുകൊണ്ട് പോയി എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, ഇത്തരത്തിലുള്ള ഈ സർപ്പദോഷം, നാഗദോഷം, ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്ക് പരിശുദ്ധമായ ദീനിൽ പരിഹാരമില്ല, ക്ഷേത്രത്തിലാണ് പരിഹാരമുള്ളത്, അതുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. പരിശുദ്ധ ദീൻ എന്ന് പറയുന്നത് പരിപൂർണമാണ്, അതിൽ എല്ലാത്തിനും പരിഹാരമുണ്ട്, അതിൽ പരിഹാരമില്ലാത്ത ഒരു കാര്യവുമില്ല. ചില ആളുകൾ ചില വിഷയവുമായി ബന്ധപ്പെടുമ്പോൾ, കാരണം തനിക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഒരു നിഅമത്താണ്, അനുഗ്രഹമാണ് അള്ളാഹു ഹിദായത്ത് നൽകുക എന്നുള്ളത്. ആ ഹിദായത്തിന് വരെ കലങ്കപ്പെടുത്തുന്ന രീതിയിൽ താൻ ഒരു പ്രശ്നങ്ങൾ അകപ്പെട്ടാൽ രക്ഷപ്പെടുത്താൻ വേണ്ടി ഏത് തിന്മയും ചെയ്യാൻ ചില ആളുകൾ തയ്യാറാണ്. ഇത്തരത്തിലുള്ള നാഗദോഷം, ഈ സർപ്പദോഷം എന്ന് പറയുന്നതൊക്കെ പരിശുദ്ധ ഇസ്ലാമിൽ ഉള്ളതാണോ? തീർച്ചയായും ഉള്ളതാണ്. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ എന്ത് പ്രശ്നങ്ങളാണ് ഒരു മനുഷ്യന് സംഭവിക്കുക, അതിനെന്ത് പരിഹാരമാണ് എന്നൊക്കെയെല്ലാം പരിശുദ്ധമായ ദീനുണ്ട്. പക്ഷേ ഹൈന്ദവ സഹോദരങ്ങളെപ്പോലെ അതിനെ ഒരു മൂർത്തിയാക്കി ആരാധന വസ്തുവായിട്ട് പരിശുദ്ധ ഇസ്ലാം കാണുന്നില്ല എന്ന് മാത്രമാണ്. ഇത്തരത്തിലുള്ള വിശ്വാസം ഒരിക്കലും ഇസ്ലാം അവഗണിക്കുന്നില്ല. പക്ഷേ നമ്മുടെ പരിശുദ്ധമായ ദീനിൻ്റെ വിശ്വാസവും അതുപോലെ ഹൈന്ദവരുടെ വിശ്വാസവും വ്യത്യാസമാണ്. അവർ അതിനെ ആരാധിക്കുന്നുണ്ട്, അവരുടെ വിശ്വാസവും അത് പ്രത്യേകമാണ്. അതിനിപ്പോൾ വിശാലമായൊന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇത്തരത്തിലുള്ള നാഗദോഷം, അതുപോലെ സർപ്പദോഷം, ഇതൊക്കെ ബാധിച്ചാൽ നമുക്കതിന് പ്രതിവിധി, അതിന് രക്ഷപ്പെടാൻ വേണ്ടി ഒരിക്കലും നമ്മുടെ ദീനെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇതര മതസ്ഥർ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോയി അത്തരത്തിലുള്ള പ്രവൃത്തി ഒരിക്കലും ചെയ്തു പോകരുത്. വിശുദ്ധ ദീൻ ഇതിനൊക്കെ പരിഹാരം പറയുന്നുണ്ട്. ഇതൊക്കെ സ്വഹാബത്തുൽ കിറാമിൻ്റെ കാലഘട്ടത്ത് അല്ലേ, ഒരു പാമ്പ് കണ്ടു, അതിനിങ്ങനെ സുഗന്ധം വരുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു വീട്ടിൽ ഒരു പാമ്പ് വന്നാൽ ആ പാമ്പിനെ നിങ്ങൾ ആദ്യം അതിനോട് പോകാൻ വേണ്ടി പറയണമെന്ന്. ഈ വീഡിയോയിൽ കാണുന്ന ദൃശ്യം, ഈ പാമ്പ് പേടിച്ചിങ്ങനെ ഓടി വരികയാണ്. മുൻഗസി ഇതിനെ കടിക്കാൻ വേണ്ടി വരുമ്പോൾ ഇതിങ്ങനെ പേടിച്ച് ഓടി വരുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത്. അപ്പോൾ പാമ്പ് പകവെക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുക. ഈ പാമ്പ്, അതുപോലെ ഈ സർപ്പം, അതുപോലെ ഈ നാഗദോഷം എന്ന് പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഒരാൾക്ക് ബാധിച്ചാൽ അദ്ദേഹത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത്, ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടാകും. അദ്ദേഹത്തിന് വല്ലാത്ത വയറുവേദന ഉണ്ടാകും, കുട്ടികളൊക്കെ ഇല്ലാതെയാവുക, അതുപോലെ വല്ലാത്ത തലവേദന ഉണ്ടാവുക, ചൊരിച്ചിലുണ്ടാവുക, ഈ ചൊരിയുന്ന സ്ഥലത്ത് പാമ്പിൻ്റെ രൂപം കാണുക, സ്ത്രീകൾക്കാണെങ്കിൽ കുട്ടികളുണ്ടാവാത്ത പ്രശ്നം, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ഒക്കെ ഉണ്ടാകും. ശരീരത്തിൽ വ്രണ ഉണ്ടാവുക, അതുപോലെ ചെറിയ ഇപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ, ഇപ്പോൾ ഈ വയറുവേദനയായാലും അതുപോലെ തലവേദനയായാലും ഈ ചൊരിച്ചിലായാലും, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഒരാൾക്ക് സർപ്പദോഷം ഉണ്ടെങ്കിൽ മാത്രം സംഭവിക്കുക എന്നല്ല. ചികിത്സിച്ചുകൊണ്ട് ഇത് ഭേദമാകുന്നില്ല എങ്കിൽ അപ്പോൾ ഇതിന് പരിഹാരം, ആത്മീയമായ ചികിത്സ നേടേണ്ടതുണ്ട്. അത് നേടാൻ പറ്റിയ, അതിനെക്കുറിച്ച് പഠിച്ച പ്രഗത്ഭരായ ആളുകളൊക്കെ ഉണ്ട്. പലരും അതിൻ്റെ പ്രഗത്ഭരാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കമ്മീസ് ധരിച്ച്, തലപ്പാവം ധരിച്ച് പല വിധത്തിൽ പല ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടിക്ക് നടത്തുന്നു. അതുകൊണ്ട് കൃത്യമായി നാം അറിയണം, അതിനെക്കുറിച്ച് നല്ല നിലക്ക് പഠിച്ചവർ, ദീനിയായി അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന നല്ല മുത്തഖീങ്ങളായ, നല്ല അതിനെക്കുറിച്ച് തത്സമത്ത് പഠിച്ച ആളുകളൊക്കെ ഉണ്ട്. അവരുടെ അടുക്കൽ പോയിട്ടൊക്കെ നമുക്കത് പരിഹാരം നേടാവുന്നു. ഒരിക്കലും നാം ശരിക്കിലേക്ക് പോകരുത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നാം നേടേണ്ട ചെറിയ ഒരു പരിഹാരത്തെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം. ഇത് തന്നെ ഏകദേശം നമ്മുടെ എല്ലാ വിഷയത്തിനും, എത്ര വലിയ സർപ്പദോഷമാണെങ്കിലും, കാരണം ഈ ജിന്നുകൾക്ക്
പല കോലത്തിൽ പ്രത്യക്ഷപ്പെടാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജിന്നുകൾ കൂടുതൽ പ്രത്യക്ഷപ്പെടുന്നത് പാമ്പിൻ്റെ കോലത്താണ്. മുഹീദ്മാലയിലൊക്കെ നാം പാടാറുണ്ട്, പാമ്പിൻ്റെ കോലത്തിൽ ജിന്നിനെ കണ്ടപ്പോൾ പാമ്പല്ല ജിന്നെന്ന് വേർതിരിച്ച മുഹീദ്ദീൻ ഷേഖ് തങ്ങളുടെ കറാമത്തിനെ കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ച് അതിന് രക്ഷപ്പെടാൻ വേണ്ടി ഇത്തരത്തിലുള്ള പാമ്പ്, അതുപോലെ ഈ സർപ്പദോഷം, ഈ ശൈത്താൻ, ജിന്ന്, ഇങ്ങനെയുള്ള ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ടത് ഒരു 7 ദിവസം വരെ ചെയ്യേണ്ട ഒരു സൽക്കർമ്മമുണ്ട്. ഒരു 7 ദിവസം സൂറത്തുൽ ജിന്ന് 41 തവണ സുബ്ഹിക്കും മഗ്രിബിൻ്റെയും ഇടയിൽ നമുക്ക് ഓതാവുന്നതാണ്. ഓതി വെള്ളത്തിൽ മന്ത്രിച്ച് ആ വെള്ളം നാം കുടിച്ച് ആർക്കാണോ ഇത്തരത്തിലുള്ള പ്രശ്നം ബാധിച്ചിട്ടുള്ളവർക്ക് കൊടുത്താൽ തീർച്ചയായും അതിന് പരിഹാരമുണ്ടാകും. പിന്നെ ഒരാൾക്ക് ഖുർആൻ ഓതാൻ അറിയുന്നില്ലെങ്കിലും അതിനും പരിഹാരമുണ്ട്. യാ ഷഹീദു യാ അല്ലാഹ്, അതുപോലെ യാ നൂർ യാ അല്ലാഹ്, അതുപോലെ യാ സമീഉ യാ അല്ലാഹ്, അതുപോലെ യാ ത്വാഹിറു യാ അല്ലാഹ്, യാ സക്കിയു യാ അല്ലാഹ്, യാ ഗനിയു യാ അല്ലാഹ് എന്നുള്ള അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഈ ഇസ്മുകൾ, യാ ഷഹീദു യാ അല്ലാഹ്, യാ നൂർ യാ അല്ലാഹ്, യാ സമീഉ യാ അല്ലാഹ്, യാ ത്വാഹിറു യാ അല്ലാഹ്, യാ സക്കിയു യാ അല്ലാഹ്, യാ ഗനിയു യാ അല്ലാഹ്, ഈ ഇസ്മുകൾ 313 തവണ മന്ത്രിക്കുക. സുബ്ഹിക്കും അതുപോലെ മഗ്രിബിൻ്റെ സമയം മന്ത്രിച്ച് വെള്ളത്തിൽ ഊതി അത് ആ വെള്ളം കുടിക്കുക. 41 ദിവസം തുടർച്ചയായി 313 പ്രാവശ്യം ഓതി 41 ദിവസം തുടർച്ചയായി കുടിച്ചാൽ തീർച്ചയായും അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും വലിയ ഒരു പരിഹാരം കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ബാധിക്കുമ്പോഴും അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഹിദായത്തായ പരിശുദ്ധമായ ദീനെ വലിച്ചെറിഞ്ഞുകൊണ്ട് ദീനിൽ ഇതിന് പരിഹാരമില്ല എന്ന രീതിയിലൊക്കെ ദീനെ അവഗണിക്കുന്നവരൊരിക്കലും ചെയ്തു പോകരുത്. പരിശുദ്ധമായ ദീനിൽ ഇതിനൊക്കെ പരിഹാരമുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങളെക്കുറിച്ച് കിതാബിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ചില ആളുകൾ നാഗദോഷം എന്നെല്ലാം പറയുമ്പോൾ അത് ഹൈന്ദവ ആചാരമാണ്, ആ രീതിയിൽ പരിശുദ്ധ ദീനിൽ അങ്ങനൊന്നും ഇല്ല എന്നൊക്കെ അവഗണിക്കാറുണ്ട്. കാരണം അവർ കൃത്യമായി ആ കാര്യം പഠിക്കാത്തത് കൊണ്ട്, ആ ഭാഗത്ത് ചിന്തിക്കാത്തത് കൊണ്ടാണ് അതിനെക്കുറിച്ച് അത്തരം അവഗണന കാണുന്നത്. അവഗണിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉപദ്രവം കൊണ്ട് ശരീരത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട്, എത്രയോ ആളുകൾ സങ്കടപ്പെടുന്നവരൊക്കെ ഉണ്ട്. അവർക്കിങ്ങനെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ ഈ ശൈത്താനും ഇത്തരത്തിലുള്ള കാരണങ്ങൾ, ഈ ദോഷങ്ങളിൽ ഏർപ്പെടുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ വലിയ പ്രശ്നങ്ങളിലൊക്കെ നാം അകപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള പരിശുദ്ധമായ സൂറത്തുൽ ബഖറയിലും അതുപോലെ സൂറത്തുൽ നാസൊക്കെ ഓതി മന്ത്രിച്ചാലും അതിനൊക്കെ പരിഹാരമാണ്. സൂറത്തുൽ ഫാത്തിഹ 7 തവണ ഓതി അത് വെള്ളത്തിൽ ഊതി കുടിക്കാവുന്നതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവിധ പ്രയാസങ്ങളെ തൊട്ട് നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാം മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.